ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ചെമ്മീൻ റോസ്റ്റ് അങ്ങനെ വിചാരിക്കേണ്ട. എൻ്റേതായ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് തന്നെ ഇപ്പം എന്നെപ്പോലെ ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഈസി റെസിപ്പിയാണിത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ചെമ്മീൻ നമ്മൾ അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും കുടംപുളിയും ഇട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ച് വറ്റിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരല്പം വെള്ളം അതിനകത്തുണ്ട്. നമ്മൾ നല്ലപോലെ വെള്ളം വെച്ച് നന്നായിട്ട് വേവിച്ച് തന്നെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ താരം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കാണിക്കുന്നതിന് മുന്നായിട്ട് എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ സാധാരണ ഒരു ആൻഡ്രോയിഡ് ഫോണിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഒത്തിരി പോരായ്മകളുണ്ടാവും. എഡിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ ഒരുപാട് പോരായ്മകളുണ്ടാവും. അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. പോരായ്മകളൊക്കെ നിങ്ങളെനിക്ക് കമൻ്റായിട്ടൊന്ന് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത അവസരത്തിൽ ഞാനത് ശരിയാക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അരോചകത്വമോ ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷെ എന്നോട് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഞാനിപ്പോൾ ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഒരു 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട്, അപ്പോൾ എരിവ് കുറച്ച് മതി. അത് കാരണം ഞാൻ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയാണ് നമുക്ക് വേറെ വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. അപ്പം ഞാനൊരു പാനിപ്പോൾ എടുത്ത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് അത് ചൂടായി കഴിയുമ്പോഴത്തേക്കിനും നന്നായിട്ട് ചൂടാകണം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ആ എണ്ണയിലൊന്ന് കിടക്കട്ടെ. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളക് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ആ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം പച്ച ചുവ മാറിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി
ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ തക്കാളി ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ഓൾറെഡി പുളിയിട്ട് വേവിച്ച ചെമ്മീനായത് കാരണം നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിൽ സവാള വഴറ്റി കഴിയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തക്കാളിയും കൂടി ഇട്ട് വഴറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി മൂത്ത് വന്നിട്ടുണ്ട്. അത് സവാള ഇടാനിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 1.5 സവാളയാണ് എടുത്തിരിക്കുന്നത്. നമ്മളാ കാണിച്ച ചെമ്മീൻ്റെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ, ഫുള്ള് എടുക്കണില്ല, കുറച്ചേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ എത്രയും ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള സവാളയും പച്ചമുളകൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. സവാള ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. പിന്നെ സവാളയൊക്കെ വഴറ്റുമ്പോൾ നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണത് കേട്ടോ. നമ്മുടെ സവാളയുടെ കളറൊക്കെ മാറിത്തുടങ്ങി, ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡൊക്കെ ആയി വരുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് നമ്മുടെ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി മൂത്ത് വരാൻ. ഇനി നമുക്ക് ആ വേവിച്ച് വെച്ച ചെമ്മീൻ എന്താണോ നമുക്ക് വേണ്ടത് അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഓൾറെഡി മുളക് പൊടി അത്യാവശ്യം എരിവിനുള്ളത് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട് വരുന്നത് നമുക്കിവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടിട്ടാണ് ഒരു സൗണ്ട് വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു തത്തമ്മ ഉണ്ട് കേട്ടോ, ആ തത്തമ്മ കരയണ സൗണ്ടാണ് ഇടയ്ക്ക് നിങ്ങൾ കേട്ടത് കേട്ടോ. അതാണത്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.